നമുക്കിന്ന് തക്കാളി വെച്ചിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിഴിപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വെള്ളത്തിലേക്കിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേന് തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒതുക്കി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ മുഴുവൻ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റി വരും. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കാം. നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നന്നായി വെള്ളമൊക്കെ വറ്റി കുറുകി വരും. തക്കാളി കൊണ്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.